ഓക്കെ, അപ്പം നമ്മൾ ബൗണ്ടഡ് മോഷൻ എക്സാമ്പിൾ എനർജി ഡയഗ്രാം ഫോർ എ ബൗണ്ടഡ് മോഷൻ പറഞ്ഞു. അതായത് നമ്മൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് അൺബൗണ്ടഡ് മോഷൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ് ഒബേ ചെയ്യുന്ന ഇൻട്രാക്ഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അൺബൗണ്ടഡ് മോഷൻ. അതിനുശേഷം വരുന്ന മോസ്റ്റ് ജനറിക് കേസാണ് നെക്സ്റ്റ് വരുന്നത്. ദറ്റ് ഈസ് ബോത്ത് അൺബൗണ്ടഡ് ആൻഡ് ബൗണ്ടഡ് മോഷൻ ക്യാൻ occur depending upon the energy for some potentials. So that is the most generic case. അപ്പോൾ അതിൽ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ തന്നിട്ടുള്ള എനർജി ഡയഗ്രം ഒന്ന് നോക്കുക. അപ്പോൾ അത് രണ്ട് ആറ്റത്തിൻ്റെ ഇൻട്രാക്ഷൻ, അതിൻ്റെ എനർജി ഡയഗ്രാമാണ് ആ ഫിഗറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എനർജി ഡയഗ്രം എന്ന് പറയുമ്പോൾ പൊസിഷൻ വേഴ്സസ് എനർജിയാണ് അവിടെ ഡയഗ്രം വരച്ചിട്ടുള്ളത്. സോ സ്റ്റാർട്ട് ഫ്രം ഇൻഫിനിറ്റി. നിങ്ങൾ ഈ ഡയഗ്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഗ്രാഫ് അനലൈസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ആറ്റംസ് അറ്റ് ലാർജ് സെപ്പറേഷനിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഹിയർ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാറ്റോമിക് ഡിസ്റ്റൻസ് ആണ്. രണ്ട് ആറ്റത്തിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. എനർജി എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ എനർജിയാണ്, സിസ്റ്റത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് വെൻ ബോത്ത് ദി ആറ്റംസ് ആർ അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസ്? അപ്പോൾ ആ സമയത്ത് അവ തമ്മിലുണ്ടാവുന്ന ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബൈ വാൻ ഡെർ വാൾ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അതായത് രണ്ട് ആറ്റംസ് വളരെ വലിയ ദൂരത്തിൽ ഇരിക്കുകയാണെങ്കിൽ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ വാൻ ഡെർ വാൾ ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ വാൻ ഡെർ വാൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കിയാൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r⁷. സോ നിങ്ങൾ നോക്കുക, അപ്പോൾ ഇവിടെ നോക്കുക, വാൻ ഡെർ വാൾ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r⁷. സോ if you substitute infinity for r here, you will get what? The force is negligible, or force is 1/infinity, or it is 0. If force is 0, the potential is also 0. Potential energy is also 0. That's why the graph, this is the potential energy diagram curve. That is the parabolic shape. And here at infinity, at very large distance, this potential energy curve touches the x-axis. Means its value is 0. So ആർ വളരെ കൂടുതലാകുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് ആറ്റംസും വളരെ ദൂരത്തിലിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, ഓർ 0 ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, രണ്ട് ആറ്റംസ് അടുത്തേക്ക് വരുന്നു, ക്ലോസ് ആക്കുന്നു. ക്ലോസ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ്, ഇൻട്രാറ്റോമിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വാൻ ഡെർ വാൾ ഫോഴ്സ് ആയിരിക്കില്ല അവിടെ ആക്ട് ചെയ്യുന്നത്, വിറ്റ് ഈസ് അട്രാക്റ്റഡ്. അതായത് നിങ്ങൾ ഒരു രണ്ട് ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെൻറ്റ് അറിയാം. അതിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് അറൗണ്ടായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഒരാളുടെ ന്യൂക്ലിയസും മറ്റേയാളുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡാണ്, ചുറ്റുമുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡാണ്. അപ്പോൾ ഒരാളുടെ ന്യൂക്ലിയസ് മറ്റേയാളുടെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേയാളുടെ ന്യൂക്ലിയസ് ഇയാളുടെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്റ്റ് ചെയ്യാം. സോ when the atoms comes close together, they are the force is attractive. Suppose force may be either attractive or repulsive. That depends on the electronic configuration of your atoms. Suppose the force is attractive. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം, ഈ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ്. ഓക്കെ, ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ്. സോ look at the curve, the potential energy curve. This is the potential energy curve, and as the atoms comes closer, that is you move in the diagram towards left. Okay, അപ്പോൾ ആർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആറ്റം അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കുറയാം. അപ്പോൾ ആറ് കുറയുന്നതനുസരിച്ച് ദിസ് പൊട്ടൻഷ്യൽ എനർജി curve is also decreases, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി is also decreases. And you are further decreasing, coming close, atoms are coming closer each other, and the potential energy reaches a minimum value here. Okay, for a particular r value, potential energy value curve
reaches a minimum. So this point is called the equilibrium position, or we can say this is the most stable point എന്ന് പറയാം ആ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി, സിസ്റ്റത്തിന് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള പോയിന്റ്. Suppose if you are further, if the atoms are further moving closer, what happens to the potential energy? Look at the graph. This is the minimum point, minimum R point here, and again moving towards left means again your atoms are moving closer, means the potential energy rapidly increases. Okay, potential energy rapidly increases and it become 0 here. This point our potential energy is 0 and it increases positively. So above this equilibrium point, what happens? The type of force is repulsive. Okay, in this region it was attractive, and above this point, above this equilibrium point, അവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താവും? റിപ്പൾസീവ് ആവുന്നു. ആസ് എ റിസൾട്ട് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസസ്. സോ അതാണ് നമ്മുടെ ആ പൊട്ടൻഷ്യൽ എനർജി കേർവ് അല്ലെങ്കിൽ എനർജി ഡയഗ്രാം പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ എനർജി ഓൾസോ ഇൻക്ലൂഡഡ്. ഓക്കെ, അപ്പോൾ ഹിയർ 2 cases are shown. Suppose our energy is positive, systemത്തിന്റെ എനർജി പോസിറ്റീവ് ആണ്, E greater than 0. So we know that the total energy is always a constant. That's why here horizontal line, it shows the total energy which is constant. There are 2 cases. For one is positive energy and the other one is negative energy. And it is shown that for positive energy the motion is unbounded. You can observe it from the figure. അപ്പോൾ നോക്കിയാൽ മതി, ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 2 turning points. അല്ലെങ്കിൽ നമ്മുടെ ആ മോഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇന്ന് 2 പോയിന്റിനിടയിൽ മാത്രമേ നമ്മുടെ ആറ്റത്തിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഇവർ R മിനിമം എന്ന് പറഞ്ഞിട്ട് ദർ ഈസ് എ ടേണിംഗ് പോയിന്റ്. സോ നിങ്ങൾ നോക്കേണ്ടത് ടോട്ടൽ എനർജീൻ്റെ ലൈനും പൊട്ടൻഷ്യൽ എനർജി കേർവും ആണ് നോക്കേണ്ടത്. സോ അറ്റ് ദിസ് പോയിന്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ നോക്കുക, ഈ ഒരു റേഞ്ചിൽ അബൌട്ട് ദിസ് R മിനിമത്തിനേക്കാൾ കൂടിയുള്ള പോയിന്റിലൊക്കെ നമ്മുടെ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ആറ്റംസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. They are not forming any bounded state. So the motion is unbounded for positive energy, we can say so. Okay, now what happens? The energy is negative. You look at this point, somewhat energy is negative here, and you can observe, consider the total energy line and the potential energy curve. It is clear that there are 2 restrictions here, 2 turning points. One is RA and the second one is RB. Okay, they are the turning points, and we can say the atom or the system is bounded, or it is not free. The distance between the atom is the RB minus RA, or it is our system is formed a bound state, and 2 atoms form a bound state means it forms a molecule. Okay, so we can see from the energy diagram the interaction between 2 atoms can be explained for both positive energy and negative energy. For the case of positive energy, in the case of positive energy, the atoms are unbounded or atoms are free, and in the case of negative energy they form molecule. Okay, that's about the energy diagram.